അടിപൊളി ഒരു വാഴ കുലച്ചിരിക്കുന്നത് കാണിച്ചു തരാവേ. ഒരു വാഴയല്ല, വേറെ ഉണ്ട്. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ പഴം നമുക്ക് തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന് രുചിയില്ല, മധുരവും കുറവാണ്. എന്നാൽ ഇത് പുഴുങ്ങാൻ അയ്യോ നല്ല നൂറുള്ള പച്ചക്കപ്പ തോറ്റു. ഇതാണ് സാധനം, കണ്ടോ എത്ര പടലുണ്ടെന്നറിയോ. അടിപൊളി കൊലയാണ്. ഇതിൻ്റെ പുഴുങ്ങാൻ കൊള്ളാം, അതുപോലെ കറി വെക്കാനും കൊള്ളാം. കറിക്കൊല എന്നാണ് പറയുന്നത്, പക്ഷെ പുഴുങ്ങി തിന്നണമെങ്കിൽ എന്താ രുചിയാണെന്നറിയോ. ഇങ്ങനത്തെ വാഴ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ചിലരുടെ പറമ്പിലൊക്കെ ഉണ്ട്. ഇതിനുണ്ട് ഒരു വള്ളി വലിച്ചു കെട്ടിയേക്കുക. ഇനി അഥവാ കാറ്റടിച്ചെങ്ങാനും കിടന്നു പോകണ്ടെന്ന് ഓർത്തിട്ട് ഒരു പേരവള്ളി വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഞാലിപ്പൂവൻ വാഴ പോലൊന്നുമല്ല, അല്ലെ പാളയംകോടൻ അതുപോലുള്ള വാഴക്കൊല പോലൊന്നുമല്ല. ഇത് കറി വെക്കാൻ സൂപ്പർ സാധനമാണ്, അതുപോലെ പുഴുങ്ങി തിന്നാൻ. അടുത്തത് ഇത് പെനാങ്ക്. ഇത് പെനാങ്ക് വാഴയാണ്. ഇതിൻ്റെ പഴം സൂപ്പർ. ഇതന്നേരം പുഴുങ്ങി തിന്നാനും കറി വെക്കാനൊന്നും അത്ര കൊള്ളുകയില്ല. ഇതിൻ്റെ പഴമാണ് നല്ല അടിപൊളി പഴമാണ്. പുട്ടും പഴവും അതിനൊക്കെ ഇത് നല്ല നന്നായിട്ട് ചേരുന്ന സംഗതിയാണ് പെനാങ്ക് വാഴ. രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും അതൊക്കെ കൊത്താനാവും. ഇതുണ്ട്, ഇതിൻ്റെ ഈ കച്ചിയൊക്കെ ഇങ്ങനെ മുറിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് അധികം ചൂട് വെക്കുകയില്ല, ഇത് ഒടിഞ്ഞു പോവുകയില്ല. കച്ചികൾ മുറിച്ച് വിടാതിരുന്നതാണ്. നേന്ത്രവാഴയ്ക്കും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അതിൻ്റെ കച്ചി മുറിച്ച് വിടരുത്, അപ്പോൾ തടിയൊന്നും ഉണങ്ങാൻ. ഇത് ആദ്യത്തെ കറിക്കൊലയാണ്. കറി വെക്കുന്നതും പുഴുങ്ങുന്നതുമായ ഒരു വാഴക്കൊലയാണ് ഇത്. ഇത് നേരത്തെ കുലച്ചാണ്. ഇതിൻ്റെ പടല ഇതുണ്ടോ, ഏണി വെച്ചിരിക്കുന്നുണ്ട്. ഈ ഏണി വഴി കയറിപ്പോയിട്ട് ഓരോ പടല ഞങ്ങളുടെ ആവശ്യത്തിന് ഇങ്ങനെ അറുത്തെടുക്കും. ഇത് ബാക്കി അവിടെ നിർത്തിയിരിക്കുന്നതാണ്.